ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 11 കീഴ്ക്കണക്ക് ആയിട്ട് ബന്ധപ്പെട്ടൊരു കോഡ് വീഡിയോ ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ള 18 കൃതികൾ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. ഒരു സ്റ്റോറി പോലെ ഓർത്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ സ്റ്റോറി ഇങ്ങനെയാണ്. കടുകും ഏലവും ഒക്കെ വിൽക്കുന്ന ഒരാൾ ഒരു ദിവസം അങ്ങാടിയിലേക്ക് ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, ഞാൻ 4 ആൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, പഴമക്കാരുടെ ആചാരം അനുസരിച്ച് എൻ്റെ കയ്യിലുള്ള പഞ്ചമൂലി എന്ന് പറയുന്നത് എന്തോ ഒരു മെഡിസിനാണ്, പഞ്ചമൂലിയും കാറും ലേലത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ ഒരു ദിവസം മാർക്കറ്റിലേക്ക് ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, ഇയാളുടെ കയ്യിലുള്ള പഞ്ചമൂലിയും കാറും ലേലത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലേലം നടത്തുന്നത് തിരുമുത്ത് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ തിരുമുത്ത് ലേലം വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കാലവഴിയാണ് ഫസ്റ്റ് ലേലത്തിൽ ബിഡ് പറയുന്നത്. കാലവഴി എത്രയാണ് പറഞ്ഞത്? 40 പറഞ്ഞു. അപ്പോൾ തിരുമുത്ത് ചോദിക്കുകയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി 40 ഉറപ്പിക്കട്ടെ എന്നുള്ള പോലെ ചോദിക്കുകയാണ്. എന്നാൽ 40 ഉറപ്പിക്കട്ടെ എന്ന് തിരുമുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഐന്തിണയും തിണയും മൊഴിയും ഒരുമിച്ച് 50 എന്ന് വിളിച്ചു. രണ്ടുപേരും ഒരേ സമയമാണ് 50 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ബാലൻസ് ആയിപ്പോയില്ല. അപ്പോൾ ഐന്തിണ എന്ത് പറഞ്ഞു? എന്നാൽ ഞാൻ 70 പിടിക്കാമെന്നാണ്. ഐന്തിണ 70 പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിൽ തിണൈമൊഴി എന്ത് പറഞ്ഞു? 150 എന്ന് വിളിച്ചു. അങ്ങനെ തിണൈമൊഴി 150 വിളിച്ചതോടെ ലേലത്തിൽ തിണൈമൊഴി ജയിച്ചു. ഇതാണ് നമ്മളുടെ സ്റ്റോറി. ഈ ഒരു ലേലം നടത്തുന്ന ആൾക്ക് എന്തിലാണ് ബിസിനസ് ഉള്ളതെന്ന് പറഞ്ഞത്? ഒന്ന് കടുകും മറ്റൊന്ന് ഏലവും. കടുക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരി കടുക്കം എന്ന കൃതിയാണ്. ഏലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏലാതി. അങ്ങനെ ഇയാൾ വന്നിട്ട് ആദ്യം പറയുന്നത്, ഞാൻ 4 ആൾ കേൾക്കാൻ വേണ്ടി പറയുകയാണെന്നാണ്. ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ കകടികെ, 4 ആൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 ആടിയാർ. പഴമക്കാരുടെ ആചാരം അനുസരിച്ചാണ് ഇയാൾ ഈ ലേലം നടത്തുന്നത്. ആചാരം എന്നത് ആചാരക്കോവൈ, പഴമക്കാരെന്നത് പഴമൊഴി 400. പഴമക്കാരെന്നത് നമുക്ക് വേണമെങ്കിൽ 400 കൊല്ലം പഴയതാണെന്ന് ഓർത്ത് വെക്കാം. പഴമക്കാരുടെ ആചാരം അനുസരിച്ച് എൻ്റെ കയ്യിലുള്ള പഞ്ചമൂലിയും കാറുമാണ് അയാൾ ലേലത്തിന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ള കാറും പഞ്ചമൂലിയും. എൻ്റെ കയ്യിൽ എന്നത് കൈനിലൈ. പഞ്ചമൂലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിറുപഞ്ചമൂലം എന്ന കൃതിയാണ്. പിന്നെ ഒരു കാറ് കൂടിയുണ്ട്. കാർ എന്നത് കാർ 40. I-20 എന്നൊക്കെ പറയുന്ന പോലെ I-40 എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു കാറാണ്. ഇതിൻ്റെ പേരാണ് കാർ 40. ലേലം വിളി കോർഡിനേറ്റ് ചെയ്യുന്നത് തിരുമുത്താണ്. തിരു എന്നത് തിരുക്കുറൽ, മുത്ത് എന്നത് മുത്തുമൊഴി കാഞ്ചി. ആദ്യം ബിഡ് ചെയ്യുന്നത് കാലവഴിയാണ്. കാലവഴി എത്രയാണ് പറയുന്നത്? 40 എന്നാണ് പറയുന്നത്. അപ്പോൾ കാലവഴി 40. അപ്പോൾ പിന്നെ തിരുമുത്ത് ചോദിക്കുന്നത്, ഇനി ആരെങ്കിലും ഉണ്ടോ? 40 ഉറപ്പിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഇനിയാവൈ 40 അടുത്ത കൃതി. അപ്പോൾ ഇന്ന 40 ഉറപ്പിക്കട്ടെ എന്ന് പറയുന്നത് ഇന്ന 40. അപ്പോൾ ഐന്തിണയും തിണൈമൊഴിയും ഒരേ സമയം 50 എന്ന് വിളിച്ചു. ഐന്തിണൈ 50, തിണൈമൊഴി 50. അങ്ങനെ ഐന്തിണൈ 70 എന്ന് വിളിച്ചു. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ജയിക്കുന്നത് ആരാണ്? തിണൈമലയാണ്. ഞാൻ നേരത്തെ തിണൈമൊഴി എന്നാണ് പറഞ്ഞത്. അതൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ആ PPT എഴുതിയതിലുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ തിണൈമലയെ വിളിക്കുന്നത് 150 എന്നാണ്. അങ്ങനെ ഫൈനലി തിണൈമല ജയിക്കുന്നു.